ഹലോ അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഓംലേറ്റ് തയ്യാറാക്കുന്നവരായിരിക്കും, പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വലിയുള്ളിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെറിയുള്ളിയോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1 സ്പൂൺ പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതിന് ശേഷം എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണോളം, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതേപോലെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചേർത്തിട്ട് ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു പാനിലുണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പുറത്തൊക്കെ പോകുമ്പോൾ ഈ തട്ടുകടൻ്റെ മുന്നിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല ഓംലേറ്റിൻ്റെ മണം വരുമല്ലോ, ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ മുട്ട പൊരിച്ചെടുത്താൽ. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഞാനിതാ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ജസ്റ്റ് 1 സെക്കൻഡ് അടച്ച് വെക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, അങ്ങനെ കിടന്ന് വെന്തോളൂ. എപ്പോഴും ഒരേമാതിരി തയ്യാറാക്കാതെ ഇതേപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അടുത്തവരേക്കും ബായ്. താങ്ക് യു.